കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിലാണ് ആശയക്കുഴപ്പമെങ്കിൽ തമിഴ്നാട്ടിൽ ആര് സർക്കാർ രൂപീകരിക്കുമെന്ന ആശയക്കുഴപ്പം തീർന്നിട്ടില്ല. അവിടെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. ചെന്നൈ പട്ടണപ്പാക്കത്തെ വീട്ടിൽ വെച്ച് ടിവികെ അധ്യക്ഷൻ വിജയ് ലീഗൽ വിഭാഗവുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. നിയുക്ത MLA-മാരുടെ യോഗവും അതേസമയം തന്നെ പുരോഗമിക്കുന്നുണ്ട്. VC-ക്ക് ഭാരവാഹി യോഗം വൈകിട്ട് 5 മണിക്ക് ഓൺലൈനായി ചേരും. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്തുണയുണ്ടോ ഇല്ലയോ, വിജയിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടെ തമിഴകം ഇങ്ങനെ ആ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോഴുള്ളത്? ഇടതു പാർട്ടികളുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുക, ഒപ്പം തന്നെ VC-ക്കെയും കൂടി പിന്തുണ പ്രഖ്യാപിക്കുക. അങ്ങനെയാകുമ്പോൾ 6 സീറ്റുകൾ TVKക്ക് ലഭിക്കും. ആ സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സർക്കാർ രൂപീകരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ കാത്തിരിപ്പ്. ഇവിടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം സംസ്ഥാന സമിതി യോഗം ചേരും. തൊട്ടപ്പുറത്ത് 500 കിലോമീറ്റർ അപ്പുറത്ത് CPI-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന നേതൃയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പാർട്ടികളും വൈകിട്ടത്തോടുകൂടി ആർക്ക് പിന്തുണ കൊടുക്കും, TVKക്ക് പിന്തുണ കൊടുക്കുമോ അതല്ല DMK-യുടെ കൂടെ തന്നെ നിൽക്കുമോ എന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കും. അതിനിടയിൽ ഇപ്പോൾ VC-യുടെ ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം BJP തമിഴ്നാട്ടിലൊരു രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതു പാർട്ടികളും VC-യും ഒക്കെ ചിന്തിച്ച് തീരുമാനം എടുക്കണം, വിജയും അതിനനുസരിച്ച് ഇടപെടണം എന്നുള്ളതാണ്. അതായത് വിജയ്ക്ക് പിന്തുണ നൽകി ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു 4-5 മണിക്കൂർ കൊണ്ട് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഇവിടെ CPM-ന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ സകലമാന മാധ്യമങ്ങളും നമ്മളുമെല്ലാം. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.